അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, നമുക്കറിയാം ഇത് മാർച്ച് മാസമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പല പരീക്ഷകളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മാസവും കൂടിയാണ്. രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഒരുപാട് വിദ്യാർത്ഥികൾ കഷ്ടപ്പെട്ട് പഠിക്കുകയാണ്. എന്തിനാണ് ഇങ്ങനെ അവർ കഷ്ടപ്പെടുന്നത്? ഒരു നല്ല ഭാവിക്ക് വേണ്ടി. ആ പരീക്ഷകളിൽ നല്ല വിജയം നേടി ഒരു നല്ല ഭാവി പടുത്തുയർത്തുന്നതിനു വേണ്ടി, അവരവരുടെ ജീവിതം സേഫ് ആക്കുന്നതിന് വേണ്ടിയാണ്, ഒരു നല്ല ഭാവി ലക്ഷ്യമിട്ടുകൊണ്ടാണ് കഷ്ടപ്പെട്ടു പഠിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഇതേപോലെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ പ്രതീക്ഷയായ സ്വർഗലോകത്തിലേക്കും ആ സ്വർഗത്തിന്റെ ഉയർന്ന പദവികളിലേക്കും തോൽവിയാകുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടുവാനുമുള്ള സുവർണ അവസരങ്ങളാണ്, സുവർണ സന്ദർഭങ്ങളാണ് നാം സമാഗതമായ നമ്മിലേക്ക് എത്തിച്ചേർന്ന പരിശുദ്ധ റമളാനിന്റെ അവസാനത്തെ 10 രാപ്പകലുകൾ എന്ന് പറയുന്നത്. സ്വർഗപ്രവേശനം, നരകമോചനം, പരിശുദ്ധമായ ലൈലത്തുൽ ഖദർ, ഏറ്റവും ഒടുവിലായി അള്ളാഹു അവന്റെ അടിമകൾക്ക് അവരുടെ കൂലി പൂർത്തീകരിച്ചു കൊടുക്കുന്ന, പ്രതിഫലത്തിന്റെ സമ്പൂർണത നൽകുന്ന ലൈലത്തുൽ ജായിസ, സമ്മാനത്തിന്റെ രാവ്. ഇങ്ങനെ ഒരുപാട് ഒട്ടനവധി അനുഗ്രഹങ്ങളാൽ സമ്പന്നമാണ് ഈ പരിശുദ്ധമായ റമളാനിന്റെ അവസാനത്തെ 10 രാപ്പകലുകൾ എന്ന് പറയുന്നത്. രാത്രിയും പകലും ഉറക്കം കുറച്ചും വിശ്രമം കുറച്ചും നാം ഓരോരുത്തരും ഒരൽപ്പം കഷ്ടപ്പെടാൻ, ത്യാഗം സഹിക്കാൻ തയ്യാറായാൽ ഈ പുണ്യ ദിനങ്ങളുടെ രാവിനെയും പകലിനെയും കഴിവിന്റെ പരമാവധി അമലുകളിലൂടെ, ഇബാദത്തുകളിലൂടെ, സൽക്കർമ്മങ്ങളിലൂടെ പ്രയോജനപ്പെടുത്താൻ നാം തയ്യാറാകുകയാണ് എങ്കിൽ ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. പ്രിയമുള്ളവരെ, കഷ്ടപ്പെട്ടാലല്ലേ രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. ആഗ്രഹങ്ങളും മോഹങ്ങളും പ്രാർത്ഥനകളും മാത്രം പോരല്ലോ, അതിനോടൊപ്പം അതിനാവശ്യമായ പ്രവർത്തനങ്ങളും പരിശ്രമങ്ങളും അധ്വാനങ്ങളും ഉണ്ടെങ്കിലല്ലേ ആ ആഗ്രഹ ലക്ഷ്യ മോഹസ്ഥാനങ്ങളിലേക്ക്, പദവികളിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് അള്ളാഹുവിനോട് അവന്റെ സ്വർഗത്തെ ചോദിച്ചുകൊണ്ടും അള്ളാഹുവിനോട് അവന്റെ നരകത്തിൽ നിന്ന് കാവലിനെ തേടിക്കൊണ്ടും പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഓരോ രാവുകളെ ഹയാത്താക്കിക്കൊണ്ടും ഒന്ന് കഷ്ടപ്പെടാനും ബുദ്ധിമുട്ടുവാനും പ്രയാസപ്പെടുവാനും അധ്വാനിക്കാനും നാം തയ്യാറായാൽ, പ്രിയമുള്ളവരെ, നാളെ രക്ഷപ്പെടുന്നവരിൽ, സന്തോഷിക്കുന്നവരിൽ, വിജയശ്രീലാളിതരാകുന്ന